നൃപൻ ചക്രവർത്തി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. നൃപൻ, നാളെ ഇപ്പോൾ സഭാ സമ്മേളനം ആരംഭിക്കുമെങ്കിലും മുൻ മുഖ്യമന്ത്രി VS-നും അതുപോലെ തന്നെ വാഴൂർ സോമനും അനുശോചനം രേഖപ്പെടുത്തി സഭ പിരിയുകയാണ് ഉണ്ടാവുക. പക്ഷേ തീർച്ചയായിട്ടും ഏറ്റവും ആകാംക്ഷയുള്ള കാര്യം രാഹുൽ മാങ്കൂട്ടം ഈ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു നിലപാട് വന്നിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടം എന്താണ്, ഇതുവരെ അവധിയൊന്നും നൽകിയിട്ടില്ല എന്നാണ് അല്പം മുമ്പ് സ്പീക്കർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. നൃപൻ, തീർച്ചയായും ഷമ്മി, ഇക്കാര്യത്തിൽ അവധി അപേക്ഷ നൽകിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് വേണമെങ്കിൽ ഇനിയും നൽകാം. പക്ഷേ രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ അവധി അപേക്ഷ നൽകണം എന്നതാണ് മുതിർന്ന നേതാക്കൾക്കും ഒപ്പം തന്നെ UDF-ലെ പ്രധാനപ്പെട്ട നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നത്. VD സതീശൻ്റെയും മനോഭാവം തന്നെയാണ്. അതുകൊണ്ടാണ് പാർട്ടിയുടെ സംഘടനയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കത്ത് സ്പീക്കർക്ക് നൽകുന്നത്. പ്രത്യേക ബ്ലോക്കിൽ UDF-ൻ്റെ ബ്ലോക്കിൽ അദ്ദേഹത്തെ ഇരുത്തരുത് എന്ന ആവശ്യമാണ് കത്തിലുള്ളത്. അതുകൊണ്ട് സ്പീക്കർ അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പ്രത്യേക ബ്ലോക്ക് അക്കാര്യത്തിൽ സാങ്കേതികമായ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഈ രണ്ടുപേരുടെയും ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും പിന്നിലായിട്ടുള്ള ചെയറിലായിരിക്കും, പ്രത്യേക ബ്ലോക്കായിട്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണെങ്കിൽ നാളത്തെ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുക. ഒപ്പം തന്നെ ഈ 12 ദിവസം നീണ്ടു നിൽക്കുന്ന സഭാ സമ്മേളനമാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അവധി അപേക്ഷ നൽകാതെ തന്നെ ഏതു ദിവസം വേണമെങ്കിലും സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാം. നിലവിലറിയുന്ന വിവരങ്ങളനുസരിച്ച് വലിയ തരത്തിലുള്ള പ്രതിഷേധം സഭയിൽ ഉയരും. കാരണം പ്രതിപക്ഷം വലിയ തരത്തിൽ ഇതിനെ രാഷ്ട്രീയപരമായി, ഭരണപക്ഷം ഇത് ഉപയോഗിക്കും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ വിഷയത്തെ സഭയിലേക്ക് കൂടി കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായും, അല്ലെങ്കിൽ തന്നെ സഭയിൽ ചർച്ച ചെയ്യുന്ന കാര്യം ഉറപ്പാണ്. പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലാണ്. പ്രതിപക്ഷ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും. പല ചോദ്യങ്ങൾക്ക് ഉത്തരം ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങളുണ്ടാകും. അതിന് ഉത്തരം സ്വാഭാവികമായി പ്രതിപക്ഷ നേതാവ് പറയാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി വന്നിരിക്കുകയാണെങ്കിൽ ഓരോ നിമിഷവും മുൾമുനയിലൂടെ പ്രതിപക്ഷത്തിന് പോകേണ്ടി വരും. ഓരോ ചോദ്യത്തിൻ്റെ കുന്തമുനയും പ്രതിപക്ഷ നേതാവിലേക്ക് പതിക്കുന്ന അവസ്ഥയുണ്ട്. അത്തരം ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്ന നിലപാടാണ്. പക്ഷേ ഇക്കാര്യത്തിൽ നേതാക്കളുടെ ആശയം, നേതാക്കളുടെ അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിന് പലരും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ VD സതീശൻ നേരിട്ട് ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനുമായി സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം ഇപ്പോഴും വീട്ടിനകത്തു തന്നെയാണ് കഴിയുന്നത്. പത്തനംതിട്ടയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അജ്ഞാതവാസത്തിലാണ്. അതുകൊണ്ട് സൈബർ ഹാൻഡിലുകളിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായി വലിയ തരത്തിലുള്ള PR ഓപ്പറേഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന് വേണ്ടി സമ്മർദ്ദം തുടരുന്നുണ്ട്. വലിയ തരത്തിലുള്ള ആക്രമണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഇപ്പോഴും സൈബർ ഹാൻഡിലുകളിൽ നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇനി എപ്പോഴും വേണമെങ്കിൽ തീരുമാനമെടുക്കുക. ഇപ്പോഴുള്ള സൂചന അനുസരിച്ച് പ്രതിഷേധം ഭയന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സഭാ സമ്മേളനത്തിൻ്റെ കാലാവധിയിൽ എത്താനുള്ള സാധ്യതയില്ല. അവധി അപേക്ഷ നാളെ തന്നെ കൊടുക്കണമെന്നില്ല. 1-2 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം അവധി അപേക്ഷ സ്പീക്കർക്ക് നൽകിയാൽ മതിയാകും. പക്ഷേ സാങ്കേതികമായി ഇക്കാര്യത്തിൽ രേഖാമൂലം ഈ പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ, രേഖാമൂലമായ കത്ത് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ സ്പീക്കർ പാലിച്ചിട്ടുണ്ട്. നാളെയാണ് നൃപൻ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം നാളെ വന്നാലും വന്നില്ലെങ്കിലും, ഈ സഭാ സമ്മേളനത്തിൽ പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും, പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം ദുർബലമായ ഒരവസ്ഥയിലാണ് ഈ സഭാ സമ്മേളനത്തെ നേരിടുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടതില്ല. കാരണം ഒരാൾക്കും ഹൃദയം തുറന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ ന്യായീകരിക്കാൻ കഴിയില്ല. അതുമാത്രവുമല്ല, ഏൽക്കാവുന്ന നല്ല ആഘാതം ഷാഫി മാങ്കൂട്ടൽ ടീമിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിരിക്കുകയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. ഷമ്മി, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എക്കാലത്തും സമീപകാലത്തൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കേരളത്തിലെ UDF കോൺഗ്രസും അനുഭവിക്കുന്നത്. ഒരു സഭാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ തൊട്ടു മുൻപ് തന്നെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദമുണ്ടാകുന്നു. ലൈംഗിക പീഡന കേസിൽ തന്നെ ഒരു സിറ്റിംഗ് MLA, അത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ ഈ പവർ ഗ്രൂപ്പിനെ നയിച്ചിരുന്ന VD സതീശൻ്റെ പവർ ഗ്രൂപ്പിലെ 3 പേരിൽ ഒരാൾ തന്നെ ഇങ്ങനൊരു കേസിൽ പ്രതിയാകുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ പവർ ഗ്രൂപ്പ് പൊളിയുന്നു, അതിനകത്ത് വിള്ളലുണ്ടാകുന്നു. അതിനകത്ത് VD സതീശനെതിരെ സൈബർ ആക്രമണത്തിന് ഈ ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സൈബർ ഹാൻഡിലുകളിന് ശ്രമിക്കുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിൽ സഭയിലെ പ്രതിപക്ഷത്തിൻ്റെ നേതാവ് തന്നെ പ്രതിരോധത്തിലാകുന്ന ഒരു അവസ്ഥയിലാണ് സഭാ സമ്മേളനം ചേരുന്നത്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് പിന്നാലെ വരുന്നു. ഒപ്പം തന്നെയാണ് കോൺഗ്രസിൻ്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. അവരെ ഗൃഹസന്ദർശന പരിപാടി ഈ വിവാദങ്ങൾ കാരണം നിർത്തിവെക്കുന്നു. അവരുടെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫണ്ട് സ്വരൂപിക്കുന്നതിന്
ഭേദഗതിയുണ്ട്. ഒരു ബൂത്തിന് 60,000 രൂപ വെച്ച് പിരിച്ചെടുക്കണമെന്നായിരുന്നു KPCC കോട്ട നിശ്ചയിച്ചിരുന്നത്. അതിനുവേണ്ടി വീട് വീടാന്തരം കയറി ഇറങ്ങാൻ പ്രവർത്തകരോ നേതാക്കളോ തയ്യാറാകുന്നില്ല. അങ്ങനെ 10 ദിവസം കൂടി നീട്ടി നൽകിയിരിക്കുകയാണ്. ഒരു സർവ്വകാല പ്രതിസന്ധിയാണ് കോൺഗ്രസ് അനുഭവിക്കുന്നത്. ഈ പ്രതിസന്ധിക്കിടയിൽ ഈ നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തന്നെ നിയമസഭാ സമ്മേളനത്തിൽ എത്തുകയാണെങ്കിൽ അദ്ദേഹം വാശിയോടുകൂടി നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചാൽ കൂടുതൽ കോൺഗ്രസ് നേതൃത്വം വെട്ടിലാകുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ സഭാ നടപടി പ്രകാരം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ബ്ലോക്ക് തീരുമാനിക്കണമെന്നും അദ്ദേഹം ഈ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കത്ത് കൊടുത്താൽ ഒറ്റയ്ക്ക് വന്ന് ആ സഭയിലിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സാഹചര്യം എന്താവും എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സഭാ സമ്മേളനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം എത്താനുള്ള സാധ്യത കുറവാണ്. എത്തിയാലും എത്തിയില്ലെങ്കിലും തീർച്ചയായും ഈ പറയുന്നത് പോലെ നിയമസഭാ സമ്മേളനത്തെ നേരിടാൻ പ്രതിപക്ഷം ഇത്തിരി വിയർക്കേണ്ടി വരും. നൃപനാണ് വിവരങ്ങൾ നൽകിയത്.